അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഹരീഷ് വാസുദേവൻ, അങ്ങ് പരാതിക്കാരിയുടെ അഭിഭാഷകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതൊക്കെ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ കോടതി സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്? പ്രധാനമായിട്ടും പ്രതി ഉന്നയിച്ച ആക്ഷേപം പരാതി ഒരുപാട് കാലതാമസമുള്ളതാണ്. പരാതിക്കാരി നേരത്തെയും ഇത്തരം വ്യക്തിഹത്യാപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്നൊന്നും പറയാത്ത കാര്യമാണ് പിന്നീട് ആക്ഷേപമായി ഉന്നയിച്ചത്. ഇത്രയും കാലതാമസം ഉണ്ടായതിന്റെ പിന്നിൽ നിക്ഷിപ്തമായ താല്പര്യങ്ങളുണ്ട്. ഇത്തരം വാദഗതികളാണ് പ്രധാനമായിട്ടും പ്രതി ഉന്നയിച്ചത്. ഈ വാദഗതികളെല്ലാം കോടതി പരിശോധിക്കുകയും എന്നാൽ കാലതാമസം ഒരു കാരണവശാലും ഇത്തരം കേസുകളിൽ ഒരു മതിയായ കാരണമാണ്, പരാതി ശരിയല്ല എന്ന് പറയാനുള്ള കാരണമാണ് എന്ന് പറയാൻ കഴിയില്ല എന്ന സുപ്രീം കോടതി വിധി ഉദ്ധരിച്ചുകൊണ്ടാണ് ആ വാദങ്ങളെല്ലാം കോടതി തള്ളിയിട്ടുള്ളത്. മാത്രമല്ല പരാതിക്കാരിയുടെ മൊഴിയും പരാതിയുടെ കണ്ടന്റും കോടതി പരിശോധിക്കുകയും ഇതിനകത്ത് ഗൗരവ സ്വഭാവമുള്ള റേപ്പ് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കും എന്ന് ഒബ്സർവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പരാതിക്കാരി ഉന്നയിച്ച സാഹചര്യങ്ങൾ കോടതി പരിശോധിച്ചതിന് ശേഷം ഇതിന്റെ ക്രൈമിന്റെ സ്വഭാവം വളരെ ഗൗരവമുള്ളതാണെന്നും ഇതിൽ കൺസിസ്റ്റന്റ് ആയിട്ടൊരു പരാതി നിലനിൽക്കുന്നുണ്ട് എന്നും കോടതി ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസ്ക്രിഷണറി ജൂറിസ്ഡിക്ഷൻ ഈ കാര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് കോടതിയുടെ വിവേചനാധികാരം ഇത്തരം കേസുകളിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ കളക്ട് ചെയ്ത തെളിവുകളുടെ കാര്യം, കേസിന്റെ മറ്റു വിശദാംശങ്ങളെല്ലാം തന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞതും കോടതി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അറസ്റ്റ് ഒഴിവാക്കാനുള്ള നടപടിയിലേക്ക് കോടതിക്ക് കടക്കാൻ കഴിയില്ല എന്നാണ് തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം കോടതി പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് ഇത്തരം വെളിപ്പെടുത്തലുകൾ പോലീസിന് മുമ്പാകെ വരുന്നതെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുന്നതെന്നും ഹേമ കമ്മിറ്റിയുടെ വിശദാംശങ്ങളിലേക്ക് ഡിവിഷൻ ബെഞ്ച് ഓൾറെഡി ഈ കാര്യം പരിഗണിക്കുന്നതുകൊണ്ട് താൻ കടക്കുന്നില്ല എന്നും, എന്നാൽ ഇതിൽ പേരിൽ പരാതി വൈകി എന്നതിന്റെ പേരിലോ ഇത്തരം കാര്യങ്ങളിൽ വിക്ടിമിനെ ഹറാസ് ചെയ്യുന്ന നടപടി അല്ലെങ്കിൽ വിക്ടിമിനെ ഷെയിം ചെയ്യുന്ന നടപടി ശരിയല്ല എന്നും കോടതി ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഗൗരവ സ്വഭാവമുള്ള പരാതിയാണെന്നും ഇതിനകത്ത് തെളിവുകൾ കൂടുതൽ ശേഖരിക്കേണ്ടതുണ്ട് എന്നുള്ളതും പ്രോസിക്യൂഷൻ തന്നെ പ്രതിയുടെ അധികാര സ്ഥാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരാളാണെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് കോടതി റെക്കോർഡ് ചെയ്തത്. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് കോടതി ഡിസ്ക്രിഷണറി അധികാരം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ശ്രീ ഹരീഷ് വാസ്തവൻ, തുടർച്ചയായ പരാതികൾ പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മുൻപും പറഞ്ഞിട്ടുണ്ട്. 2018 അമ്മയിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നല്ലോ സിദ്ദിഖ് പൊതുസമൂഹത്തിന് മുൻപാകെ പറഞ്ഞത്. ഈ പോലീസിന് എന്തൊക്കെ കാര്യങ്ങളിൽ സിദ്ദിഖിന് പ്രതിരോധമുണ്ടാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കോടതിക്ക് മുൻപാകെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്? പ്രോസിക്യൂഷൻ പ്രധാനമായിട്ട് പറഞ്ഞ ഒരു കാര്യം, സിദ്ദിഖ് തന്നെ DGPക്ക് കൊടുത്തൊരു പരാതിക്കകത്ത് 2 വ്യത്യസ്ത തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിലൊന്ന് പ്രിവ്യൂവിന് വേണ്ടി നേരത്തെ പരാതിക്കാരിയെ കണ്ടിട്ടുണ്ട്, മാതാപിതാക്കൾക്കൊപ്പം ഒരു ഫിലിമിന്റെ പ്രിവ്യൂവിന് വേണ്ടി ക്ഷണിച്ചിട്ട് കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ അവസാനത്തെ പാരഗ്രാഫുകളിൽ പറയുന്നു, പരാതിക്കാരി ഒരു തരത്തിലും സിനിമാ മേഖലയിൽ അറിയപ്പെടുന്ന ആളോ ഏതെങ്കിലും സിനിമാ നടി എന്ന രീതിയിൽ പ്രശസ്തിയുള്ള ആളോ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട ചോദ്യം, ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, പരാതിക്കാരിയെ സിനിമാ മേഖലയിൽ അത്ര അറിയപ്പെടുന്ന ആളല്ല എങ്കിൽ, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നടിയല്ല എങ്കിൽ, ഇപ്പോൾ പോലും അല്ല എങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയുടെ പ്രിവ്യൂവിന് ക്ഷണിക്കുക ആരെയാണ്? വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രിവ്യൂവിന് എന്തിനാണ് പരാതിക്കാരിയെ ക്ഷണിച്ചത് എന്നുള്ള കാര്യത്തിന് യാതൊരു തരത്തിലുള്ള ലോജിക്കും പ്രതിക്ക് പറയാനില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഇൻവിറ്റേഷൻ ആയിരുന്നു എന്നുള്ളത് ആണ് പ്രോസിക്യൂഷൻ പ്രധാനമായിട്ട് പറഞ്ഞത്. അതിന് പ്രതിഭാഗത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ സംഗതി, തുടക്കത്തിൽ തന്നെ ഈ പരാതി ആദ്യമായി പൊതുശ്രദ്ധയിൽ കൊണ്ടുവന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പ്രധാനമായിട്ട് പരാതിക്കാരി ഉന്നയിച്ചൊരു കാര്യം, ഇനി മിണ്ടാതിരിക്കാനാവില്ല എന്നാണ്. അതിൽ നിന്ന് തന്നെ അനുഭവിച്ച ട്രോമ ആ പോസ്റ്റിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് പ്രോസിക്യൂഷൻ, അത് വായിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ട്രോമയിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് അതുവരെ മൗനം പാലിച്ചത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമാണ്. അത് ഇത്തരം ഇരകൾ ഈ കാര്യത്തിൽ എടുക്കുന്ന ഒരു കൺസിസ്റ്റന്റ് ആയ സമീപനം ഇന്ത്യയിലെമ്പാടുമുള്ള ഒരു സമീപനമുണ്ട്. മാത്രമല്ല സെക്ഷൽ ഹറാസ്മെന്റ് എന്നുള്ള വാക്ക് തന്നെ അതിനകത്ത് ഉപയോഗിക്കുകയുണ്ടായി ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സ്വഭാവം, റേപ്പ് എന്ന് ഒരു ഇരയും ഇന്ത്യൻ സാഹചര്യത്തിൽ എടുത്തു പറയില്ല
ഇത്തരം കേസുകളിൽ എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയുണ്ടായി. ഈ വാദങ്ങളെല്ലാം തന്നെ കോടതി മുഖവിലേക്ക് എടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ. ശരി, വളരെയധികം നന്ദി ശ്രീ ഹരീഷ് വാസ്തവൻ സംസാരിച്ചത്. അദ്ദേഹം പരാതിക്കാരിയുടെ അഭിഭാഷകൻ കൂടിയാണ്. DGPക്ക് മുൻപ് സിദ്ദിഖ് നൽകിയ പരാതിയിൽ തുടർച്ചയായ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് ഈ പരാതിക്കാരി എന്ന അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള പരാമർശങ്ങൾ പരാതിക്കാരിക്കെതിരെ നടത്താൻ പാടില്ല എന്നൊരു നിരീക്ഷണം കൂടി കോടതി ഇപ്പോൾ നടത്തിയിട്ടുണ്ട്.